20 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് സുഖമായിട്ട് ഇറക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വാറന്റിയോട് കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതേമാതിരി തന്നെ ഒരുപാട് വണ്ടികൾ സർവീസിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ആയിട്ട് 2 സർവീസും ഇവിടുന്ന് അവൈലബിൾ ആണ്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. അങ്ങനെ വീണ്ടും നമ്മൾ എറണാകുളത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ CAR&BIKE വന്നിട്ടുണ്ട്. ചേച്ചിയെ എന്തൊക്കെയുണ്ട്, ഉഷാറല്ലേ? ഈ പ്രാവശ്യത്തെ എന്താ സ്പെഷ്യൽ ഓഫറുകൾ എന്താ വരുന്നത്? ഈ മന്ത് ഓഫർ വന്നിരിക്കുന്നത് നമുക്ക് 2 സർവീസ് ഫ്രീ സർവീസ് വരുന്നുണ്ട്. 2 ഫ്രീ സർവീസ് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 ഇയർ വാറണ്ടി, CAR&BIKE കൊടുക്കുന്നത് 2 ഇയർ വാറണ്ടി പ്ലസ് റോഡ് സൈഡ് അസിസ്റ്റൻസ്, നമുക്ക് 2 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അത് കൂടാതെ 7 ഡേയ്സ് റിട്ടേൺ പോളിസി. 7 ഡേയ്സ് റിട്ടേൺ. അതായത് വണ്ടി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമ്മൾ വണ്ടി കൊടുത്തു. പക്ഷെ അതൊരു മേജർ ആക്സിഡന്റോ ഫ്ലഡ് എഫക്റ്റഡോ അല്ലെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ കവറിങ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം വണ്ടിക്ക് മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ വാറണ്ടിയിൽ കവറിങ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും 7 ഡേയ്സിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, 7 ദിവസം റിട്ടേൺ പോളിസി വരുന്നുണ്ട്, 1 ഇയർ ബൈബാക്ക് വരുന്നുണ്ട്, 2 സർവീസ് വരുന്നുണ്ട്, 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഓഫറാണ്. ഒരു വണ്ടി നമുക്ക് വിശ്വസിച്ച് എടുക്കാം. ഒരു 10-20,000 ഒരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അവർ റേറ്റിംഗ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു നല്ലൊരു ഫെസിലിറ്റി ചെയ്യുന്നത് വളരെ കുറച്ച്. അത് കൂടാതെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഷോറൂമുകളുണ്ട്, ഫ്രാഞ്ചൈസി കൊടുത്ത ഒരുപാട് ഷോറൂമുകളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചേച്ചി നമുക്ക് തുടങ്ങല്ലേ? എവിടുന്ന ഫസ്റ്റ് തന്നെ തുടങ്ങാം? സ്വിഫ്റ്റ് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? സ്വിഫ്റ്റ് അങ്ങോട്ട് തുടങ്ങാം. നേരെ അവിടെ ഇത് നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് ആലുവ ദേശത്താണ്. ആലുവ ദേശത്ത് ബൈപ്പാസ് റോഡ് തന്നെ, കാലിക്കറ്റ് ബൈപ്പാസ് റോഡ് തന്നെ CAR&BIKE ഷോറൂം അടിച്ചാൽ മതി, നേരെ ഇവിടേക്ക് വരാം അല്ലേ? ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്താണ് വരുന്നത്. മാക്സിമം റേറ്റ് കുറച്ചിട്ട് എന്തായാലും മാർക്കറ്റ് വിലനെ കാട്ടി ഒരു ചെറിയൊരു പൈസ എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പല സ്ഥലത്തും ട്രൂ വാല്യൂകളിലൊക്കെ പോയിട്ട് റേറ്റ് നോക്കണേക്കാളും ഒരുപാട് ഡിഫറൻസ് ആണ് നമ്മുടെ അടുത്ത് നിന്ന് വന്നിട്ട് വണ്ടി എടുക്കും. മാക്സിമം 85% വരെ ലോൺ കിട്ടും. ഒരു കാറ് 5 ലക്ഷം രൂപ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് ഇറക്കാം. മാക്സിമം ലോണ് കാര്യങ്ങൾ. ലോൺ എത്ര പെർസെന്റേജ് വരുന്നത്? 80 to 85% വരെ നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ്, സാലറി പേഴ്സൺസ്, IT അടയ്ക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 2019 മുതലുള്ള വണ്ടികൾക്ക് നാഷണലൈസ്ഡ് ബാങ്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 12% മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത്. എത്ര മുതൽ? 12. നമുക്ക് ഡിമിനിഷിംഗ് റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമർ പ്രൊഫൈൽ ഡിമിനിഷിംഗിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഡിമിനിഷിംഗ് റേറ്റിൽ മാത്രമാണ് ലോൺ ചെയ്യുന്നത്. ഫ്ലാറ്റ് ആരും ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. സ്വിഫ്റ്റിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം, അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് സ്വിഫ്റ്റിന്റെ ബേസ് മോഡൽ വണ്ടിയാണ്. LXI ഓപ്ഷനിലാണ്. LXIയിൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ABS-ഉം എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. കസ്റ്റമർ അഡീഷണൽ 2017 മോഡൽ, ഫസ്റ്റ് ഓണർ, 19,700 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി അവൈലബിൾ ആണ്. 2 ഇയർ വാറന്റി ഉണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. ഇതിന് വരുന്നത് 5,35,000. 5,35,000. എത്ര ലോൺ കയറും? ലോൺ 80% ലോൺ അവൈലബിൾ. 80% മാക്സിമം എല്ലാ വണ്ടികൾക്കും 80% മാക്സിമം ലോൺ ചെയ്തു 5 ഇയർ വരെ ലോൺ ചെയ്യും. ഓക്കെ, ഇത് വെർണ 1.6 VX മോഡലാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. ഇതിൽ 2 വേർഷൻസ് വരുന്നുണ്ട്. ഒന്ന് സൺറൂഫ് ഉള്ള മോഡലും ഇത് സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. ഫീച്ചേഴ്സ് വൈസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇത് 2018 മോഡലാണ്. 2018 മോഡൽ. അതെ, ഫസ്റ്റ് ഓണർ 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 85% വരെ ലോൺ കയറും. പ്രൈസ് എങ്ങനെ വരുന്നത്? 7,80,000. ഇത് ഡീസൽ അല്ലേ വരുന്നത്? സോറി, പെട്രോൾ ആണ്. 1.6 VX ആണ്. ഓക്കെ, 7,80,000 മാക്സിമം ലോൺ കയറും അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മളൊരു കിഡ് വരുന്നുണ്ട്. കിഡ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? കിഡ് 1 ലിറ്റർ ക്ലൈംബർ ആണ് വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് വേർഷൻ ആണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ്. 2018 മോഡൽ. ഓണർഷിപ്പ് ഏതാ? ഫസ്റ്റ് ഓണർ ആണ്. കിലോമീറ്ററോ? 28,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. ഇതൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1 ഇയർ റോഡ് അസിസ്റ്റന്റും 2 ഇയർ വാറന്റി, 2 സർവീസും ഫ്രീ ആയിട്ട് വരും. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് ഇതിന് 4,10,000 ആണ് റേറ്റ് വരുന്നത്. 4,10,000. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 85% വരെ ലോണും കയറും. 80 to 85% വരെ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ടാറ്റന്റെ ഇത് അൾട്രോസ് ആണ് വരുന്നത്. ഇത് 2021 മോഡലാണ്. 2021 ഓണർ, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് XE എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ബേസ് മോഡലാണ്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 6,30,000.
6,35,000 30,000 6,30,000 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഓക്കെ, മാക്സിമം പ്രൈസ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, 85% വരെ ലോണും കയറും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2018 മോഡലാണ് വണ്ടി. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണ്. 2,35,000 ആണ് റേറ്റ് വരുന്നത്. 2,35,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ അവൈലബിൾ. ഓക്കെ, എത്ര വരെ 85% വരെ ലോൺ കയറും? പക്ഷേ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ പ്രൈസ്. മാക്സിമം ചെയ്ത് കൊടുക്കും. 85% വരെ ലോൺ അവൈലബിൾ. ലോൺ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് വാഗനർ വരുന്നുണ്ട്. വാഗനർ 2017 മോഡൽ VXI ആണ്. 2017 VXI അല്ലേ? 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇത് ബാക്കേഴ്സ് ചോക്ലേറ്റ് കളറാണ്. ഇത് കുറച്ച് ഡിമാൻഡഡ് കളറാണ്. ഇത് VXI വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഫോഗ് ലാമ്പ്. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന് പ്രൈസ് വരുന്നത് 4,45,000. 4,45,000. 80% വരെ നമുക്ക് ലോൺ അവൈലബിൾ. ഓക്കെ, ഒരു 80,000-90,000 രൂപ വണ്ടി സുഖമായിട്ട് ഇവിടെ ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഉണ്ടായിൻ്റെ ഏതാണ്? ഇത് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. 2020 മോഡൽ വണ്ടിയാണ്. നിയോസ് ആണ് വരുന്നത്, 2020 മോഡൽ. അതെ, ഇത് ഓട്ടോമാറ്റിക് വേർഷൻ ആണ്. ഇത് സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഓക്കെ, ഓണർഷിപ്പ് ഇത് ഫസ്റ്റ് ഓണർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി കേട്ടോ. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന് വരുന്നത് 7,10,000. 7,10,000. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതായത് ഒരു 1.5 ലക്ഷം രൂപയുടെ വണ്ടി സുഖമായിട്ട് ഇവിടെ ഇറക്കാം. 1,30,35 വണ്ടി സുഖമായിട്ട് ഇറക്കാം. ഓക്കെ, നോക്കാൻ വന്ന ഉണ്ടായിന്റെ i20 ആണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് i20 സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. 1.2 പെട്രോൾ ആണ് വരുന്നത്. നമുക്ക് 24,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. 24,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2019 മോഡലാണ്. 19 മോഡലാണ്. ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളും അവൈലബിൾ ആണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 7,25,000 ആണ്. 7,25,000. അതായത് 1.5 ലക്ഷം രൂപ വണ്ടി ഇവിടെ ഇറക്കാം. 2019 മോഡൽ i20 സ്പോർട്സ് ഇവിടെ ഇറക്കാം അല്ലേ? 10 ആണ് വരുന്നത്. ഇതാ മോഡൽ വരുന്നത്? ഇത് i10 സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡലാണ്. 2016 മോഡൽ. 2016 മോഡൽ. 48,100 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? നമുക്ക് 3,50,000 ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. 3,50,000 ആണ് റേറ്റ് ഇട്ടത്. ഇതിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 1 വർഷം റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. 2 സർവീസ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഒരു 70,000 രൂപയുടെ വണ്ടി ഇവിടെ ഇറക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ നോക്കാനുള്ളത് നമുക്ക് ടാറ്റ ടിയാഗോ ആണ്. ടിയാഗോ ഡീറ്റെയിൽസ് വരുന്നത്? ടിയാഗോ നമുക്ക് 2021 മോഡലാണ്. 2021 മോഡൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഫസ്റ്റ് ഓണർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 6 lakh ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. 6 ലക്ഷം രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഒരു 1,20,000 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ സുഖമായിട്ട് ഇറക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വാറന്റിയോട് കൂടി ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കാനുള്ള സ്റ്റാഫിന്റെ വണ്ടിയാണോ? അല്ലല്ല, ഇത് സർവീസ് സെന്ററിലേക്കുള്ള വണ്ടിയല്ലേ? ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? നമുക്ക് 2021 മോഡലാണ്. ഫസ്റ്റ് ഓണർ 19,000 കിലോമീറ്റർ. 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. ടർബോ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, ഏതാ മോഡൽ വരുന്നത്? 2021. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? 7,80,000 ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 80 ആണ് പ്രൈസ് ഇട്ടിട്ടുള്ളത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് സുഖമായിട്ട് ഇറക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എവിടെ വരുന്നത്? യാർഡാ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹീന്ദ്രന്റെ കാർ&ബൈക്ക് ഷോറൂമിൽ നിന്ന് കാർ എടുക്കുകയാണെങ്കിൽ ഇതേമാതിരി തന്നെ ഒരുപാട് വണ്ടികൾ സർവീസിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ആയിട്ട് 2 സർവീസും ഇവിടുന്ന് അവൈലബിൾ ആണ്. നമുക്ക് ചേച്ചി അങ്ങോട്ട് പോകാം അല്ലേ? ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ടാറ്റന്റെ വണ്ടിയാണ്. ഫസ്റ്റ് നമ്മൾ നെക്സോൺ തുടങ്ങാം. നെക്സോൺ EV ഉണ്ടോ ഇവിടെ? അവൈലബിൾ ഉണ്ടോ? EV അവൈലബിൾ ആണല്ലേ? ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. നെക്സോൺ XM എന്ന് പറഞ്ഞ മോഡലാണ്. 2019 മോഡൽ. 2019 ഓണർ. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ വേരിയന്റ് ആണ് വരുന്നത്. ഫീച്ചേഴ്സ് വൈസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? നമ്മൾ 2 വർഷത്തെ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 6,90,000 രൂപ. 6,95,000. ഓക്കെ, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു 1.5 ലക്ഷം രൂപയുടെ വണ്ടി ഇവിടെ നിന്ന് ഇറക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർഡിന്റെ എക്കോസ്പോർട്ട് കൊടുക്കാനുള്ളതാണ്. ടാറ്റന്റെ നെക്സോൺ EV വരുന്നുണ്ട്. ടാറ്റന്റെ വണ്ടി തന്നെ ആട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത്. ഇത് എക്കോസ്പോർട്ട് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഡീസൽ ടൈറ്റാനിയാണ്. 2020 മോഡൽ. ഫസ്റ്റ് ഓണർ. 70,800 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ടൈറ്റാനിയാണ്. ടൈറ്റാനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റിന്റെ തൊട്ട് താഴെ വരുന്ന മോഡൽ. ഓക്കെ, 2020 ഫസ്റ്റ് ആ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള മോഡലാണ് ഇത്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 9,45,000. 9,45,000. പ്രൈസ് നെഗോഷ്യബിൾ മാക്സിമം എത്ര ചെയ്ത് കൊടുക്കും ചേച്ചിയെ?
നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമുക്ക് മാക്സിമം നോക്കിയിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് കുറച്ച് കൊടുക്കും. അതെ അതെ. ഓക്കെ, എന്തായാലും 2 വർഷത്തെ വാറന്റി ഒക്കെ ഇതിലും വരുന്നുണ്ട്, റോഡ് അസിസ്റ്റന്റും വരുന്നുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 ലാക്സിന്റെ അടുത്തുണ്ടെങ്കിൽ വണ്ടി വന്ന് സുഖമായിട്ട് എടുക്കാം അല്ലേ. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ബാക്കിൽ ടാറ്റ ടിയാഗോ വരുന്നുണ്ട്. ടിയാഗോയിലേക്ക് പോവാ. ടിയാഗോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ടിയാഗോ നമുക്ക് 2 ടിയാഗോ വരുന്നുണ്ട്. ഇത് ടിയാഗോ ആണ്. ടിയാഗോ ഡീസൽ വരുന്നുണ്ട്. 2019 മോഡൽ, ഫസ്റ്റ് ഓണർ, 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഡീസൽ 2019 ഫസ്റ്റ് ഓണർഷിപ്പ്, 68,000 കിലോമീറ്റർ. ഇത് 490 ആണ് റേറ്റ് വരുന്നത്. ഡീസൽ നമുക്ക് കുറച്ച് ഷോർട്ടാണ് വണ്ടികൾ. ഓക്കെ, ടിയാഗോ ഇപ്പൊ 2 ടിയാഗോ ആണ് നമുക്ക് ഡീസൽ ചെറിയ രണ്ടും ഡീസലാണ് വരുന്നത്. ഓക്കെ, 490 ആണ് പ്രൈസ് വരുന്നത്. എന്താ റീപ്ലേസ്മെന്റ് ഇല്ല, നമുക്ക് എല്ലാ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, ഹിസ്റ്ററി അവൈലബിൾ ആണ്. 1 ലക്ഷം രൂപ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? നെക്സ്റ്റ് നമുക്ക് നെക്സോന്റെ ഇവിയിൽ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഏതാ ഓണർഷിപ്പ് വരുന്നത്? ഇത് ഫസ്റ്റ് ഓണർ ആണ്. ഏതാ മോഡല്? നെക്സോൺ ഇവി നമുക്ക് എക്സെഡ് പ്ലസ് ലക്ഷറിയിൽ വരുന്ന വണ്ടിയാണ്. 2022 മോഡൽ, ഫസ്റ്റ് ഓണർ, 20,000 കിലോമീറ്റർ. വെറും 20,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇത് ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ കിട്ടുന്നതാണ്? ഇത് ഒരു ചാർജ് 25 അല്ല, ചാർജിങ് 350 കമ്പനി പറയുന്നത്. എന്തായാലും ഒരു 220 എന്തായാലും പ്രതീക്ഷിക്കല്ലേ കസ്റ്റമറിന് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? 15,50,000. 15,50,000 പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. പ്രൈസ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ. ഓക്കെ, ഇതൊക്കെ മാക്സിമം ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്ത് ഇറക്കിയാൽ അത്രക്കും നല്ലതല്ലേ? ഓക്കെ, 4 lakhs 4.5 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് വണ്ടി ഇവിടെ ഇറക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? നെക്സ്റ്റ് നമുക്ക് i10 വണ്ടികളുണ്ട്. i10 ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് നമുക്ക് 2014 മോഡല്, സെക്കൻഡ് ഓണർ, 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ആണ്. ഇത് CVT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ശരിക്കും പറഞ്ഞാൽ ഈ i10 കിട്ടാൻ കുറച്ച് പ്രയാസമാണ് വണ്ടി. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 4,72,000 ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് പക്ഷേ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. 85% വരെ ലോണും. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഞങ്ങൾ നെക്സ്റ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കിട്ടോ. നമുക്ക് നെക്സ്റ്റ് ഈ ഐറ്റം ഏതാ മോഡൽ വരുന്നത്? KL7 എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കാരണം ഇവിടെ 2016 ആണ്, ഫസ്റ്റ് ഓണർ, 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഇതിന് 4,40,000 ആണ് റേറ്റ് വരുന്നത്. 4,40,000. റീപ്ലേസ്മെന്റ് എന്താ ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതും അതേപോലെ തന്നെ 1 ലക്ഷം രൂപ വണ്ടി ഇവിടുന്ന് സുഖമായിട്ട് ഇറക്കാം. 80,000 85 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് സുഖമായിട്ട് ഇറക്കാം. ഇത് നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് നമുക്ക് ആലുവ ദേശത്താണ്, ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്താണ് ഷോപ്പ് വരുന്നത്. കാർസോണിന്റെ CAR&BIKE ഷോറൂം. കാർസോൺ ആണല്ലേ വരുന്നത്? മഹീന്ദ്രന്റെ CAR&BIKE ഷോറൂമാണ് വരുന്നത്. ഒരുപാട് കാറുകളുണ്ട്. ഇനിയിപ്പോൾ അധികം കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് കാർ എടുക്കുകയാണെങ്കിൽ 2 വർഷം 2 ഫ്രീ സംബന്ധിച്ച് ഒരു ബർഡൻ ഇല്ലാതെ നമ്മുടെ ഷോറൂമിൽ വണ്ടി എടുക്കാം. നമുക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ മഹീന്ദ്ര മാത്രമാണ് ഇങ്ങനെ ഒരു വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും വാറന്റി കൊടുക്കുന്നുണ്ട്, 1 year വാറന്റി. പക്ഷെ നമ്മൾ കൊടുക്കുന്ന വാറന്റി ഡിഫറെന്റ് ആണ്. 2 year വാറന്റി പ്ലസ് റോഡ് സൈഡ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. 7 days റിട്ടേൺ പോളിസി ഉണ്ട്, 2 year ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. കസ്റ്റമറെ സംബന്ധിച്ച് ഒരു ബർഡൻ ഇല്ലാതെ വളരെ വിശ്വാസ്യതയോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത് വണ്ടി ഇവിടെ നടക്കാം. അതുപോലെ തന്നെ 2 സർവീസും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഈ മാസം നമുക്ക് 2 സർവീസും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഓഫറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ മാസം ഓരോ ഓഫർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ആരും ലൈറ്റ് ആക്കണ്ട. വണ്ടി ഏത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചേച്ചിൻ്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. ഇത് എറണാകുളത്താണ് വരുന്നത്, ആലുവാണ് വരുന്നത്. ആരും മിസ്സാക്കണം.